എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. ഈ ഒരു കർമ്മത്തെ ഭാഗവതം പറയാനും കേൾക്കാനുമുള്ള അനുഗ്രഹവും അനുവാദവും ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 13-ാമത്തെ അധ്യായം വരാഹാവതാര ആവിർഭാവമാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, മൈത്രേയ മഹർഷി വിദുരർക്ക് ഭഗവാന്റെ ചരിതത്തെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം സൃഷ്ടിയെക്കുറിച്ച് ബ്രഹ്മാവിലൂടെ സനകാദി മഹർഷിമാർ, നാരദർ, മരീചി തുടങ്ങിയ 10 മഹർഷിമാർ, അതിനുശേഷം സ്വയംഭുവ മനു, ഇവരെല്ലാം സൃഷ്ടിക്കപ്പെട്ട കാര്യം പറഞ്ഞു. അവരുണ്ടായതിനു ശേഷം 13-ാമത്തെ അധ്യായത്തിൽ വിദുരർ ചോദിക്കുന്നൊരു സംശയം, ഇനി സ്വയംഭുവ മനു, അദ്ദേഹത്തിൻ്റെ പത്നി ശതരൂപ, ബ്രഹ്മാവിൻ്റെ ശരീരം രണ്ടായി പിരിഞ്ഞ ഒന്ന് പുരുഷനും ആദ്യത്തെ സ്ത്രീയും, സ്വയംഭുവ മനുവും അദ്ദേഹത്തിൻ്റെ പത്നി ശതരൂപയും, അവരിലൂടെ ഇനി എങ്ങനെയാണ് ഈ സൃഷ്ടി നിലനിന്നത്, ഈ ലോകത്ത് പ്രജകൾ നിറഞ്ഞത് എന്നാണ്, അവരുടെ കർമ്മ എങ്ങനെയായിരുന്നു എന്ന് വിദുരർ ചോദിക്കുകയാണ് മൈത്രേയ മഹർഷിയോട്. അപ്പോൾ മഹർഷി പറയാണ് അതിൻ്റെ ഉത്തരമായിട്ട്, അതായത് ഒന്നുകൂടി വിശദമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. സ്വയംഭുവ മനുവും ശതരൂപയും സൃഷ്ടിക്കപ്പെട്ട ഉടനെ അവരുടെ ജന്മം നൽകിയ പിതാവായ ബ്രഹ്മാവിനെ നമസ്കരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, അല്ലയോ പിതാവേ, അങ്ങേക്കായി ഞങ്ങൾ എങ്ങനെയാണ് കർമ്മം ചെയ്യേണ്ടത്? കാരണം എന്ത് ആഗ്രഹം വെച്ചാണ് അങ്ങ് ഞങ്ങൾക്ക് ജന്മം നൽകിയത്, മക്കൾക്ക് ജന്മം നൽകിയത്? മനസ്സിൽ എന്ത് ആഗ്രഹത്തോടു കൂടിയായിരുന്നു? എങ്ങനെയാണ് അത് പൂർത്തീകരിക്കുമ്പോഴാണല്ലോ ഒരു പിതാവിന് സന്തോഷവും സംതൃപ്തിയും വരുന്നത്. അപ്പോൾ എങ്ങനെയുള്ള കർമ്മം ചെയ്തിട്ടാണ് ഞങ്ങൾ അങ്ങയെ പരിചരിക്കേണ്ടത്, സേവിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണ്. അത് കേട്ടപ്പോൾ തന്നെ ബ്രഹ്മദേവൻ അതീവ സംതൃപ്തനാവുകയാണ്. കാരണം ഏതൊരു പിതാവും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ആ മകൻ പറഞ്ഞത്. ഒരു പിതാവ് എന്ന നിലയിലും ഒരു ഗുരു എന്ന നിലയിലും ബ്രഹ്മാവ് അതീവ സന്തുഷ്ടനായിക്കൊണ്ട് സ്വയംഭുവ മനുവിനോട് പറയാണ്, മനസ്സിലൊരൽപ്പം പോലും അഹങ്കാരമില്ലാതെ എന്നിൽ പൂർണ്ണമായി ശരണാഗതി അടയാനുള്ള നിൻ്റെ ഈ മനസ്സിൽ ഞാൻ പൂർണ്ണമായും സംതൃപ്തനായിരിക്കുന്നു. ഏതൊരു പിതാവും അല്ലെങ്കിൽ ഒരു ഗുരുവും ആഗ്രഹിക്കുന്നത് തൻ്റെ ശിഷ്യന്മാരിൽ നിന്നുള്ള ഈ പൂർണ്ണ സമർപ്പണമാണ് ആഗ്രഹിക്കുന്നത്. അവിടെ അങ്ങനെ ആവുമ്പോഴാണ് ഒരു ഗുരു ശിഷ്യ ബന്ധം ശരിയായ രീതിയിൽ സത്യസന്ധമാകുന്നത്. അപ്പോൾ ആ പൂർണ്ണ സമർപ്പണം എന്നിട്ട് ഞങ്ങൾ എന്ത് കർമ്മം ചെയ്യണം അങ്ങ് ആജ്ഞാപിച്ചോളൂ, ആ ആജ്ഞയെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കാൻ നിൽക്കുന്ന പുത്രൻ അല്ലെങ്കിൽ ശിഷ്യൻ, ആ ഭാവത്തോടു കൂടി നീ നിൽക്കുക. അതാണ് ഏതൊരു പിതാവും ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിൻ്റെ ഇതേ ഗുണങ്ങളോട് കൂടിയിട്ടുള്ള സന്താനങ്ങളെ നിൻ്റെ പത്നിയിൽ ശതരൂപയിൽ നീ സൃഷ്ടിച്ച് ഈ പ്രപഞ്ചത്തിൽ, ഈ ലോകത്ത് അങ്ങനെയുള്ള പ്രജകളെ കൊണ്ട് ഈ ലോകം നിറയ്ക്കൂ. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട കർമ്മം. ഈ കർമ്മം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിനേക്കാൾ ഉപരി എനിക്ക് സന്തോഷം ഉണ്ടാകുന്ന വേറൊരു പ്രവൃത്തിയില്ല. എന്നെ സന്തോഷിപ്പിക്കാൻ ചെയ്യേണ്ട കർമ്മം ഇതാണ്. അതുമാത്രമല്ല, ഭഗവാന്റെ ഇച്ഛയും ഇത് തന്നെയാണ്. ഒരു സ്ത്രീ പുരുഷ സംയോഗത്തിലൂടെ സത്സന്താനങ്ങൾ ഉണ്ടായി അവരിലൂടെ ഈ പ്രപഞ്ചം നിറയേണ്ട സമയമായിരിക്കുന്നു, പ്രജകളെ കൊണ്ട് നിറയേണ്ട സമയമായിരിക്കുന്നു. അപ്പോൾ അത് അങ്ങനെ തന്നെയാണ് സംഭവിക്കേണ്ടത്. ഭഗവാന്റെ ഇച്ഛയും അത് തന്നെയാണ്. അപ്പോൾ ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹവും നിനക്കുണ്ടാവും ഈ ഒരു കർമ്മം നീ ചെയ്യുകയാണെങ്കിൽ. എന്നിട്ട് പറയാണ്, ഇനി ഭഗവാന്റെ അനുഗ്രഹമില്ലാതെ ചെയ്യുന്ന ഏതൊരു കർമ്മത്തിനും പൂർണ്ണം വ്യർത്ഥമാണ്. അതായത് ആ കർമ്മം ഒരു കാര്യമില്ലാതായി പോകും, ഒരു ഫലമില്ലാതായി പോകുന്നു അങ്ങനെയുള്ള കർമ്മങ്ങൾ. അപ്പോൾ നീ നിൻ്റെ കർമ്മം അനുഷ്ഠിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ സ്വയംഭുവ മനു പറയാണ് ബ്രഹ്മദേവനോട്, അങ്ങ് പറഞ്ഞതുപോലെ തന്നെ സൃഷ്ടികർമ്മം നടത്താൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ എവിടെ നിന്ന് ചെയ്യും? എവിടെയാണ് ഞങ്ങളുടെ സ്ഥാനം? അതായത് സർവ്വചരാചരങ്ങളുടെയും ആവാസ കേന്ദ്രമായിട്ടുള്ള ഭൂമി എവിടെ?
ഭൂമിയിൽ നിന്നുകൊണ്ടാണ് എനിക്കും എൻ്റെ പത്നിക്കും ഞങ്ങളുടെ മക്കളായി വരുന്ന പ്രജകൾക്കും ഞങ്ങൾക്ക് സ്ഥിതി ചെയ്യാനുള്ള ആവാസ കേന്ദ്രമായ ഭൂമി ഇന്ന് മഹാപ്രളയ ജലത്തിൽ മുങ്ങിപ്പോയിരിക്കുന്നു. അങ്ങ് എത്രയും പെട്ടെന്ന് അതിനെ ഉദ്ധരിച്ച് ഉയർത്തിക്കൊണ്ടുവരണമെന്ന് ബ്രഹ്മാവിനോട് ആവശ്യപ്പെടുകയാണ്. അപ്പോഴാണ് ബ്രഹ്മാവ് ശ്രദ്ധിക്കുന്നത്. സൃഷ്ടികർമ്മത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ ഭൂമി പ്രളയജലത്തിൽ പോയത് ബ്രഹ്മാവ് കണ്ടില്ലായിരുന്നു. അപ്പോൾ ബ്രഹ്മാവ് ആലോചിച്ചു, ഇനി എങ്ങനെ ഞാൻ ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവരും? അതായത് സൃഷ്ടികർമ്മത്തിൽ വ്യാപൃതനായി ഇരുന്നപ്പോൾ ഭൂമി ആ മഹാജലത്തിൽ താഴ്ന്ന് അതിനടിയിലുള്ള രസാതലം എന്ന ലോകത്തിലേക്ക് താഴ്ന്നു പോയിരിക്കുന്നു. എന്നാൽ ഞാനും എൻ്റെ പുത്രന്മാരും ആ 10 മഹർഷിമാര് അതുപോലെ സ്വയംഭുവ മനു ഇവരെല്ലാവരും സൃഷ്ടികർമ്മത്തിലാണ് ശ്രദ്ധിച്ചിരിക്കുന്നത്. അപ്പോൾ സൃഷ്ടികർമ്മം ചെയ്യാനായിട്ട് ജനിച്ചവരായ ഞങ്ങൾ എങ്ങനെയാണ് ഈ ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള കർമ്മം ചെയ്യുക? അതെങ്ങനെ ചെയ്യും എന്ന് ഇവരെല്ലാവരും കൂടി ഇങ്ങനെ ആലോചിച്ചു കൊണ്ട് നിൽക്കുന്ന സമയത്ത് ബ്രഹ്മദേവൻ്റെ നാസാദ്വാരങ്ങളിൽ നിന്നും ഒരു ചെറിയ തള്ളവിരലിൻ്റെ അത്ര വലിപ്പത്തിലുള്ള ഒരു പന്നിക്കുട്ടി പുറത്തേക്ക് വന്നു. ഇതാണ് സാക്ഷാൽ ഭഗവാൻ ശ്രീഹരി ഒരു വരാഹമൂർത്തിയായി അവതാരം എടുത്തത്. ഇനി ബാക്കിയുള്ള അതിൻ്റെ തുടർന്നുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. 19ാമത്തെ ശ്ലോകം 13ാമത്തെ അധ്യായത്തിൽ. തസ്യ അഭിപശ്യതഃ ഖസ്ത ക്ഷണേന കില ഭാരത ഗജമാത്രഃ പ്രവവൃതേ തദദ്ഭുതം അഭൂത് മഹത്. അതായത് അതായത് ആ ബ്രഹ്മാവ് അഭിപശ്യതഃ കണ്ടുകൊണ്ടിരിക്കെ, അപ്പോൾ ബ്രഹ്മാവിൻ്റെ ഉള്ളിൽ നിന്നും വരാഹമൂർത്തി പുറത്തേക്ക് വന്നു ഒരു ചെറിയ പന്നിക്കുട്ടിയുടെ രൂപത്തിൽ. അപ്പോൾ ബ്രഹ്മദേവൻ നിൽക്കുന്നുണ്ട്, അടുത്ത എല്ലാ മഹർഷിമാരും നിൽക്കുന്നുണ്ട്. അതാണ് പറയുന്നത് തസ്യ അഭിപശ്യതഃ. ആ ബ്രഹ്മാവ് ആ മഹർഷിമാരെല്ലാവരും നോക്കിക്കൊണ്ട് നിൽക്കെ ഗസ്ത എന്ന് വെച്ചാൽ ആകാശത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആകാശത്ത് സ്ഥിതി ചെയ്തുകൊണ്ട് ചെയ്യുന്ന ക്ഷണേന വളരെ പെട്ടെന്ന് തന്നെ കില എന്ന് വെച്ചാൽ യഥാർത്ഥ രൂപത്തിലേക്ക് ഭാരത എന്ന് വിളിച്ചതാരാ? മൈത്രേയ മഹർഷി വിദുരരെ വിളിക്കുകയാണ്, അല്ലയോ ഭാരത. അങ്ങനെ ബ്രഹ്മദേവൻ നോക്കി നിൽക്കെ ആ ആകാശത്ത് വെച്ച് വളരെ പെട്ടെന്ന് തന്നെ ആ ചെറിയൊരു പന്നിക്കുട്ടിയുടെ രൂപത്തിലുണ്ടായിരുന്ന വരാഹരൂപം യഥാർത്ഥ എന്ന് വെച്ചാൽ അതിൻ്റെ യഥാർത്ഥ രൂപമായ ഗജമാത്ര ഒരു ആനയുടെ അത്രയ്ക്ക് വലുപ്പത്തിലേക്ക് പ്രവവൃതേ വളർന്നു വന്നു. അത്രയും ചെറിയ ഒരു തള്ളവിരലിൻ്റെ അത്ര വലുപ്പമുണ്ടായിരുന്നത് ഒരു വലിയ ആനയുടെ അത്ര വലുപ്പത്തിലേക്ക് വളർന്നു വന്നു. തദത്ഭുതം, അത് വളരെ ആശ്ചര്യകരമായ ഒരു മഹത്ത് എന്ന് വെച്ചാൽ വലിയൊരു ശരീരമായി ഭവിച്ചു എന്ന്. അപ്പം ഇവരെല്ലാവരും നോക്കി നിൽക്കെ ആ ചെറിയൊരു പന്നിക്കുട്ടിയുടെ രൂപത്തിൽ വന്ന ആ രൂപം വളരെ പെട്ടെന്ന് തന്നെ ആ ആകാശത്ത് വെച്ചാണ് ഇപ്പോൾ ഇത് സംഭവിക്കുന്നത്. ആ ആകാശം മീൻസ് ആ ഒരു ശൂന്യതയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ആ സ്പേസിൽ. അപ്പോൾ അവിടെ വെച്ചാണ് ഇപ്പോൾ ഈ വരാഹരൂപം പുറത്തേക്ക് വന്നത്. അപ്പോൾ ഇവരെല്ലാം നോക്കി നിൽക്കെ ആകാശത്ത് വെച്ച് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഈ രൂപം ഒരു ആനയുടെ അത്ര മാത്രം വലുതാവുകയും ചെയ്തു. വലിയൊരു അത്ഭുതകരമായൊരു ശരീരമായി മാറി. ശ്ലോകം 20. മരീചി പ്രമുഖേ വിപ്രൈ കുമാരേ മനുനാ സഹ ദൃഷ്ട്വാ തത് സൗകരം രൂപം തർക്കയാമാസ ചിത്രത. മരീചി പ്രമുഖേ വിപ്രൈ, മരീചി മുതലായ പ്രധാനപ്പെട്ട ആ 10 മഹർഷിമാരും കുമാരേ, ബ്രഹ്മദേവന്റെ കുമാരേ എന്ന് പറഞ്ഞ സനകാദി മഹർഷിമാർ, ആദ്യത്തെ 4 സനകാദി മഹർഷിമാരായ മക്കളും സഹ അവരുടെ കൂടെ മനുന ഈ സ്വയംഭുവ മനുവും ഇവരെല്ലാവരും തത് സൗകരം രൂപം ആ വരാഹരൂപത്തെ ദൃഷ്ട്വ കണ്ടിട്ട് ചിത്രത എന്ന് വെച്ചാൽ വളരെ വിചിത്രമായ രീതിയിൽ പല രീതിയിലുള്ള തർക്കയാമാസ അഭിപ്രായങ്ങൾ ഇങ്ങനെ പറഞ്ഞു വാദിച്ചു എന്ന്. അപ്പോൾ അവരുടെ കണ്ണിൻ്റെ മുന്നിൽ വളരെ അത്ഭുതകരമായ രീതിയിൽ ആ വരാഹമൂർത്തി വളർന്നു വലുതായി നിൽക്കുന്നത് കണ്ടപ്പോൾ ബ്രഹ്മദേവന്റെ പുത്രന്മാരായ 10 മഹർഷിമാര്, സനകാദികൾ, അതുപോലെ സ്വയംഭുവ മനു ഇവരെല്ലാവരും ആ രൂപത്തെ കണ്ടിട്ട് അവരവരുടേതായ അഭിപ്രായങ്ങൾ, അവരുടെ തോന്നൽ എന്താണെന്ന് പറഞ്ഞ് പരസ്പരം വാദിച്ചു. ഇത് അതായിരിക്കാം, ഇത് ഇതായിരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ മനസ്സിൽ തോന്നുന്നത് പോലെ അതിനെക്കുറിച്ച് പറഞ്ഞ് അവർ പരസ്പരം വാദിച്ചു. കാരണം അവർക്ക് ഒരു വ്യക്തത കിട്ടുന്നില്ല, ആകെ സംശയമായി, ആകുലതയായി. ഇതാരാണ് ഒരു വിചിത്രമായ രൂപം മുന്നിൽ നിൽക്കുന്നത്? അതാണ് ഇനി ശ്ലോകം 21 പറയുന്നത്. അതായത് അവരുടെ മനസ്സിലെ സംശയമാണ് കേട്ടോ. കിം ഏതത് സൗകര വ്യാജം സത്വം ദിവ്യം അവസ്ഥിതം അഹോഭത ആശ്ചര്യമിതം നാസായ മേ വിനിസൃതം. അതായത് കിം ഏതത്
ഇതെന്താണ് ഇത്? സൗകര എന്ന് വെച്ചാൽ ഒരു പന്നിയുടെ വ്യാജം എന്ന് വെച്ചാൽ വ്യാജം എന്ന് വെച്ചാൽ ഒരു രൂപം ധരിച്ച് നടിച്ചിട്ട് എന്ന് പറയില്ലേ, വ്യാജമായിട്ട് ഒരു പന്നിയുടെ രൂപം ധരിച്ച് ആ വന്നിരിക്കുന്ന ആളുടെ യഥാർത്ഥ രൂപം അതല്ല, ഒരു പന്നിയുടെ രൂപത്തെ ധരിച്ചിട്ട് സത്വം വന്നു നിൽക്കുന്ന ഈ സത്വം ഇത് എന്താണ് ഇത് എന്ന് അവരിങ്ങനെ പരസ്പരം പറയുകയാണെന്ന്. ഒരു പന്നിയുടെ രൂപം ധരിച്ചു വന്നിരിക്കുകയാണ്, പക്ഷെ ഇത് യഥാർത്ഥത്തിൽ പന്നിയല്ല, വരാഹമല്ല. അപ്പോൾ ഇങ്ങനെ വളരെ വലിയൊരു വരാഹം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇത്രയും വലിയ ഒരു പന്നിയുടെ രൂപം ധരിച്ചു വന്നിരിക്കുന്ന ഈ സത്വം ഇത് എന്താണ് എന്ന് അവർ പറയുന്നുണ്ട്. ഒപ്പം പറയുന്നു ദിവ്യം അവസ്ഥിതം, എന്നാൽ എന്തോ ഒരു ദിവ്യത്വം, ഒരു ദൈവീകത അവസ്ഥിതം അതിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. അത് അവർക്ക് തോന്നുന്നുണ്ട് എന്ന് മനസ്സിലായോ? ഇത് എന്തോ ഒരു വലിയ സത്വമാണെന്ന് മനസ്സിലായി. പക്ഷേ ഇത് പേടിക്കേണ്ട കാര്യമല്ല, കാരണം എന്തോ ഒരു ദിവ്യത്വം അതിൻ്റെ ഉള്ളിൽ അവർക്ക് സ്ഥിതി ചെയ്യുന്നതായിട്ട് തോന്നുന്നു. അഹോബദ, ഇത് അത്ഭുതം തന്നെയാണ്, ആശ്ചര്യകരവുമാണ്. കാരണം എന്താ? ഈ രൂപം വന്നത് നാസായ, എൻ്റെ നാസാദ്വാരത്തിൽ നിന്നും വിനിസൃതം പുറത്തേക്ക് വന്നതാണ്. അപ്പൊ ബ്രഹ്മദേവൻ പറയാണ് ഇത് അത്യത്ഭുതവും ആശ്ചര്യകരവുമാണ്. ഈ ഒരു രൂപം, ഇത്രയ്ക്കും വലിയൊരു രൂപം എൻ്റെ നാസാദ്വാരത്തിൽ നിന്നും പുറത്തേക്ക് വന്നതാണ്. ഇത് യഥാർത്ഥത്തിൽ ഒരു വരാഹമല്ല, ആ വരാഹത്തിൻ്റെ രൂപം ധരിച്ചു വന്ന ഏതോ ഒരു സത്വമാണ്. പക്ഷേ ഇതിനുള്ളിൽ എന്തോ ഒരു ദിവ്യത്വവും സ്ഥിതി ചെയ്യുന്നതായിട്ട് അവർക്ക് തോന്നി. അത് അവരിങ്ങനെ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കെ ശ്ലോകം 22 ദൃഷ്ട്വാ അങ്കുഷ്ടശിരോ മാത്ര ക്ഷണാദ് ഗണ്ഡശിലാസമഃ അഭിസ്വിത് ഭഗവാനീഷ യജ്ഞോ മേ ഖേദയൻ മനഃ. അതായത് അങ്ങനെ അവർ സംശയത്താൽ ഇങ്ങനെ നോക്കുക. ആ സമയത്ത് ദൃഷ്ട്വാ അങ്കുഷ്ടശിരോ മാത്രം, ദൃഷ്ട്വാ എന്ന് വെച്ചാൽ കണ്ടിട്ട്, ഒരു അങ്കുഷ്ടശിരോ, ഒരു വിരലിൻ്റെ ശിരോഭാഗം എന്ന് വെച്ചാൽ അഗ്രഭാഗം, തുമ്പുഭാഗത്തിൻ്റെ അത്രയ്ക്ക് വലിപ്പമുണ്ടായിരുന്ന ആ രൂപം ക്ഷണാത് വളരെ പെട്ടെന്ന് ഗണ്ഡശിലാസമ, ഒരു വലിയ പാറക്കല്ല് പോലെ വളർന്നു വന്നില്ലേ. അത് അത്ഭുതം തന്നെയാണെന്ന് പറയണം. അത് കണ്ടിട്ട് അഭിസ്വിത്, അതായത് അത് കണ്ടിട്ട് അവർ പറയാണ്, അഭിസ്വിത് എന്ന് വെച്ചാൽ ആയിരിക്കും, ഭഗവാൻ ഏഷ യജ്ഞ, ഇത് ഭഗവാൻ യജ്ഞസ്വരൂപനായ മഹാവിഷ്ണു ആയിരിക്കുമോ ഇത്? അഭിസ്വിത് എന്ന് വെച്ചാൽ ആയിരിക്കുമോ? മേ ഖേദയൻ മനഃ, മേ എന്ന് വെച്ചാൽ എൻ്റെ, ഖേദയൻ എന്ന് വെച്ചാൽ ദുഃഖം, അസ്വസ്ഥത ഉണ്ടാക്കുന്നു. എൻ്റെ മനസ്സിന് പല പല ചിന്തകളും ആകുലതകളും അസ്വസ്ഥതയും ദുഃഖവും ഉണ്ടാക്കുന്ന ഈ രൂപം ധരിച്ചു വന്നിരിക്കുന്നത് സാക്ഷാൽ ശ്രീഹരി തന്നെ ആയിരിക്കുമോ? കാരണം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഒരു ചെറിയ തള്ളവിരലിൻ്റെ തുമ്പിൻ്റെ അത്ര വലുപ്പമുണ്ടായിരുന്ന ആ രൂപം വലിയൊരു പാറക്കല്ല് പോലെ വളർന്നു വലുതായത്. അങ്ങനെ ഒരു മായാജാലം കാണിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിനെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്ന ഈ രൂപം സാക്ഷാൽ ശ്രീഹരി തന്നെ ആയിരിക്കുമോ എന്ന് അവർ സംശയിച്ചു. കാരണം അതിനകത്ത് എന്തോ ഒരു ദിവ്യത്വം അവർക്ക് തോന്നുന്നുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഇത് ഭഗവാൻ തന്നെ ആയിരിക്കുമോ എന്ന് സംശയിച്ചു. ശ്ലോകം 23 ഇതി മീമാംസതഃ തസ്യ ബ്രാഹ്മണ സഹ സൂനുബി ഭഗവാൻ യജ്ഞപുരുഷഃ ജഗർജ അഗ്രേന്ദ്രസന്നിഭഃ ഇതി. ഇപ്രകാരം മീമാംസതഃ ഇങ്ങനെ പറഞ്ഞ് ആലോചിച്ച് നിൽക്കുകയാണ്. തസ്യ ബ്രഹ്മണഃ, ആ ബ്രഹ്മാവും സഹ സൂനുബി, ബ്രഹ്മാവും അദ്ദേഹത്തിൻ്റെ പുത്രന്മാരോടുകൂടി ഇപ്രകാരം ഈ രൂപത്തെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് പറഞ്ഞ് അവരവരുടേതായ വാദങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കെ ഭഗവാൻ യജ്ഞപുരുഷനായ മഹാവിഷ്ണുവിൻ്റെ രൂപം, മഹാവിഷ്ണു വരാഹരൂപം ധരിച്ചു വന്ന ആ രൂപം ജഗർജ ഉറക്കെ ഗർജിച്ചു. അഗ്രേന്ദ്ര സന്നിഭ, വലിയൊരു വൻ പർവ്വതം പോലെ ഉറക്കെ ഗർജിച്ചു. സന്നിഭ എന്ന് വെച്ചാൽ അതുപോലെ, അതിന് തുല്യമായി എന്നർത്ഥം. അതാണ് അഗ്രേന്ദ്ര എന്ന് വെച്ചാൽ പർവ്വതത്തിലെ രാജാവ്, വലിയൊരു വൻ പർവ്വതം പോലെ ഉറക്കെ ആ ഭഗവാൻ വരാഹമൂർത്തി ഉറക്കെ അങ്ങോട്ട് ഗർജിച്ചു എന്ന്. അതായത് ഇവരുടെ സംശയങ്ങൾക്കും ഇവരുടെ വാദത്തിനുള്ള ഒരു ഉത്തരമായിട്ട് ഇത് ഞാൻ തന്നെയാണ്, ഇത് ഭഗവാൻ ശ്രീഹരി തന്നെ ആയിരിക്കുമോ എന്ന് ഇവരുടെ മനസ്സിൽ സംശയം തോന്നിയ വഴിക്ക് ആ വരാഹമൂർത്തി ഉറക്കെ ഗർജിച്ചു എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ തന്നെയാണ് എന്ന് അവർക്ക് അവരുടെ സംശയത്തിന്, അവരുടെ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടാണ് ഉറക്കെ ഗർജിച്ചത്. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഈ വന്നി നിൽക്കുന്നത് ആരാണെന്ന്. അപ്പോൾ അതിനു വേണ്ടി ആ ഒരു ഉത്തരം നൽകുന്നത് പോലെ ഉറക്കെ ആ സമയത്ത് ഗർജിച്ചു. ശ്ലോകം 24
ബ്രഹ്മാണം ഹർഷയാമാസ ഹരിഹി താഞ്ച ദ്വിജോത്തമാൻ സ്വഗർജിതേന കകുബഹ പ്രതിസ്വനയത വിഭുഹോ. അതായത് വിഭു സാക്ഷാൽ ഭഗവാൻ ബ്രഹ്മാണം എന്ന് വെച്ചാൽ ബ്രഹ്മാവിനും താഞ്ച ദ്വിജോത്തമ അദ്ദേഹത്തിൻ്റെ പുത്രന്മാരായിട്ടുള്ള അവിടെ നിൽക്കുന്ന മറ്റെല്ലാ മഹർഷിമാരുടെയും മനസ്സിൽ ഹർഷയാമാസ സന്തോഷമുണ്ടാക്കി നിന്ന്, അതായത് അവരുടെ അസ്വസ്ഥത അവരുടെ ദുഃഖമൊക്കെ മനസ്സിൽ നിന്ന് ആകുലത ഇതാരാണെന്ന് മനസ്സിലാവാണ്ടുള്ള ആ ചിന്തകളെയൊക്കെ മാറ്റിയിട്ട് അവരുടെ ഉള്ളിൽ സന്തോഷം ജനിപ്പിക്കുന്ന രീതിയിൽ സ്വഗർജിതേന ഉറക്കെ ഗർജിച്ചു. അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ അവരുടെ സംശയം ശരിയാണ്, ഇത് ഞാൻ തന്നെ ഭഗവാൻ തന്നെയാണെന്ന് അവർക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ഉറക്കെ ഗർജിച്ചുകൊണ്ട് അവർക്ക് സന്തോഷം നൽകി. എന്നാൽ ആ ഗർജനം കകുബഹ ചുറ്റുകൾ തോറും ദിക്കുകൾ തോറും പ്രതിസ്വനയത എന്ന് വെച്ചാൽ മാറ്റൊലി കൊണ്ടുവന്ന്, അതായത് ദിക്കുകളിൽ ആ ശബ്ദം അലയടിച്ചു എന്ന്. വെറും അവർ നിൽക്കുന്ന ദിക്കുകളിലല്ല, 14 ലോകങ്ങളിലും ആ ഗർജനത്തിൻ്റെ ശബ്ദം അലയടിച്ചു. അതാണ് ദിക്കുകൾ തോറും എന്ന് പറയുന്നത്. ചുറ്റും എന്ന് വെച്ചാൽ അവർ നിൽക്കുന്നതിൻ്റെ ചുറ്റും എന്ന് വെച്ചാൽ 14 ലോകങ്ങളിലും ആ ശബ്ദം അലയടിച്ചു, ആ ഗർജനത്തിൻ്റെ ശബ്ദം അലയടിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ അവർ ഭഗവാൻ മഹാവിഷ്ണു തന്നെ ആയിരിക്കുമോ എന്ന് പറഞ്ഞ വഴിക്ക് ഉറക്കെ അങ്ങ് ഗർജിച്ചപ്പോൾ അവരുടെ മനസ്സിന് സന്തോഷം ജനിപ്പിക്കുമാറ്, അതായത് ആ ഉത്തരാണ് കൊടുത്തത്. അപ്പോൾ അവരുടെ മനസ്സിന് സന്തോഷം ജനിപ്പിക്കുമാറ് ആ ഉറക്കെ ഗർജിച്ച ആ ഗർജനത്തിൻ്റെ ശബ്ദം ദിക്കുകൾ തോറും മാറ്റൊലി കൊള്ളുന്നതായിരുന്നു. ശ്ലോകം 25. ആ ശബ്ദം കേട്ടപ്പോൾ നിശമ്യത്തെ ഗർഗരിതം സ്വഖേദ ക്ഷയിഷ്ണു. സ്വഖേദ സ്വന്തം ദുഃഖം, ഖേദം ദുഃഖം എന്ന് പറയുന്നത്. സ്വഖേദ ക്ഷയിഷ്ണു മായാമയ സുകരസ്യ ജനഃ തപഃ സത്യനിവാസിന തേ ത്രിഭിഃ പവിത്രൈ മുനയഃ അഗ്രണൻ സ്മ. നിശമ്യത്തെ ഗർഗരിതം സ്വഖേദ ക്ഷയിഷ്ണു മായാമയ സുകരസ്യ ജനഃ തപഃ സത്യനിവാസിനഃ തേ ത്രിഭിഃ പവിത്രൈ മുനയഃ അഗ്രണൻ സ്മ എന്ന് വെച്ചാൽ നിശമ്യ കേട്ടിട്ട്, തേ ഗർഗരിതം അദ്ദേഹത്തിൻ്റെ ആ വരാഹമൂർത്തിയുടെ ഉറക്കെയുള്ള ഗർജനം, ആ ഘോരമായ ശബ്ദം കേട്ടിട്ട് സുഖേദ ക്ഷയിഷ്ണു. സുഖേദ എന്ന് വെച്ചാൽ സ്വഖേദ എന്ന് വെച്ചാൽ സ്വന്തം ഖേദം ദുഃഖത്തെ ക്ഷയിഷ്ണു ക്ഷയിപ്പിക്കുന്ന ഇല്ലാതാക്കി കളയുന്ന, അതായത് അവിടെ നിൽക്കുന്ന എല്ലാവരുടെ മനസ്സിലെയും ദുഃഖത്തെ ഇല്ലാതാക്കി കളയുന്ന മായാമയനായിട്ടുള്ള സുഗരസ്യ ആ വരാഹമൂർത്തിയുടെ ഗർഗരിതം ഘോരമായ ഗർജനം നിശമ്യ കേട്ടിട്ട് ജനഃ തപഃ സത്യ ഊർധ്വലോകങ്ങളായ സത്യലോകം ജനലോകം തപലോകം ഇവിടെയുള്ള നിവാസിനഃ അവിടെയൊക്കെ വസിക്കുന്ന തേ മുനയഃ ആ മുനിമാരെല്ലാവരും ത്രിഭിഃ എന്ന് വെച്ചാൽ മൂന്ന് വിധത്തിലുള്ള വേദങ്ങൾ, അതാണ് ത്രിഭിഃ. 3 വേദങ്ങളിലും പറയുന്ന വേദമന്ത്രങ്ങളുണ്ടല്ലോ, അതാണ് ത്രിഭിഃ എന്ന് പറയുന്നത്. 3 വേദങ്ങളിലും പറയുന്ന പവിത്രൈ പരിശുദ്ധമായ വേദമന്ത്രങ്ങളാൽ അഗ്രണൻ സ്മ ആ ഭഗവാൻ മനസ്സിലായവർക്ക് ഭഗവാൻ മഹാവിഷ്ണു അതാ വരാഹമൂർത്തിയായി അവതരിച്ച ഗർജനമാണ് കേൾക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ അവരെല്ലാവരും 3 വേദങ്ങളിലും പറയുന്ന വേദമന്ത്രങ്ങളാൽ ആ ഭഗവാനെ സ്തുതിച്ചു എന്ന് ഉയർന്ന ലോകങ്ങൾ ഊർധ്വലോകങ്ങളിൽ ഇരുന്നിട്ട്. അപ്പോൾ എല്ലാവരുടെയും ദുഃഖത്തെ ക്ഷയിപ്പിച്ച് കളയുന്ന മായാമയനായിട്ടുള്ള ഭഗവാൻ വരാഹമൂർത്തിയായി അവതരിച്ച് ഉറക്കെ ഗർജിച്ച ആ ഘോര ശബ്ദം കേട്ടിട്ട് സത്യലോകത്തും ജനലോകത്തും തപലോകത്തും ഇരിക്കുന്ന ശ്രേഷ്ഠാത്മാക്കളായിട്ടുള്ള ആ മുനിമാരെല്ലാവരും 3 വേദങ്ങളിലും പറയുന്ന വേദമന്ത്രങ്ങളാൽ ആ ഭഗവാനെ വരാഹമൂർത്തിയെ സ്തുതിച്ചു. ആ ഗർജന ശബ്ദം അപ്പം എല്ലാ ലോകങ്ങളിലും അലയടിച്ചു എന്നർത്ഥം. ശ്ലോകം 26. തേഷാം സദാം വേദവിധാനമൂർത്തിഃ ബ്രഹ്മ അവധാര്യ ആത്മഗുണാനുവാദം വിനദ്യ ഭൂയഃ വിബുധോദയായ ഗജേന്ദ്രലീലഃ ജലം ആവിവേശ. തേഷാം സദാം എന്ന് വെച്ചാൽ മഹാഭക്തന്മാരായിട്ടുള്ള സാത്വികരായിട്ടുള്ള തേഷാം ആ മുനിമാര് വേദവിധാനമൂർത്തി വേദത്തിലെ വേദമന്ത്രങ്ങളാൽ സ്തുതിക്കപ്പെട്ട ആ വരാഹമൂർത്തി ആത്മഗുണാനുവാദം സ്വന്തം ഗുണങ്ങളെ വർണ്ണിച്ചുകൊണ്ട് സ്തുതിക്കുന്ന ആ ഭക്തന്മാരുടെ ആ സ്തുതി ഗീതങ്ങളെ കേട്ടപ്പോൾ ബ്രഹ്മ അവതാര്യ അത് കേട്ടപ്പോൾ മനസ്സിലായി അവരെന്തിനു വേണ്ടിയാണ് എന്നെ ഇങ്ങനെ സ്തുതിക്കുന്നത്, അവരുടെ ആഗ്രഹം പ്രാർത്ഥന എന്താണെന്ന് മനസ്സിലാക്കിയിട്ട്
വിബുധോദയായ നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ കേട്ടു എന്നുള്ള ഉത്തരം അവർക്ക് കൊടുക്കാനായി, അതാണ് വിബുധോദയായ, ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉത്തരം കൊടുക്കാനായി ഭൂയഹ വീണ്ടും വിനധ്യ ഉറക്കെ ഒന്ന് ഗർജിച്ചുകൊണ്ട് അതിനുള്ള മറുപടിയാ, നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ പ്രാർത്ഥിക്കണേന്ന് എനിക്ക് മനസ്സിലായി എന്ന് അവർക്കും അവരെ ബോധിപ്പിക്കുന്ന രീതിയിൽ അതിനുള്ള മറുപടിയായിട്ട് ഉറക്കെ ഒന്ന് ഗർജിച്ചുകൊണ്ട് ഗജേന്ദ്രലീല, ഒരു മതയാന ലീലയാ കളിക്കുന്ന പോലെയുള്ള ആടി ഒലഞ്ഞ് ഒരു ആന കളിക്കുന്നത് പോലെ ജലമാവിവേശ, ആ പ്രളയജലത്തിലേക്ക്, ആ മഹാജലത്തിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ ആകാശത്ത് നിന്ന് ആ മഹാജലത്തിലേക്ക് പ്രവേശിച്ചു എന്നർത്ഥം. മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാ മഹർഷിമാരും ബ്രഹ്മാവ് ഉൾപ്പെടെ എല്ലാവരും ഭഗവാനെ ഇങ്ങനെ വരാഹമൂർത്തിയെ, അതുപോലെ സത്യലോകത്തും തപലോകത്തും ഒക്കെ ഇരുന്ന മഹർഷിമാരൊക്കെ ഇങ്ങനെ ആ വരാഹമൂർത്തിയെ സ്തുതിക്കുന്നത് കേട്ടപ്പോൾ, അവരുടെ സ്തുതിഗീതങ്ങളാൽ വാഴ്ത്തപ്പെട്ട വരാഹമൂർത്തി തൻ്റെ ഗുണങ്ങളെ വാഴ്ത്തിക്കൊണ്ട് അവർ സ്തുതിക്കുന്നത് കേട്ട് അവരെന്തിനു വേണ്ടിയാണ് തന്നെയോട് ഈ പ്രാർത്ഥിക്കുന്നത് എന്ന് ശരിക്കും മനസ്സിലായി. ഭൂമിയെ ഉയർത്തണം എന്ന് മനസ്സിലായി, അതിനാണ് അവർ പ്രാർത്ഥിക്കുന്നത് എന്ന്. അപ്പം അത് മനസ്സിലാക്കിയിട്ട് അവരുടെ പ്രാർത്ഥന, നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഞാൻ കേട്ടു എന്ന് അവർക്ക് മറുപടി കൊടുക്കുന്ന രീതിയിൽ ഉറക്കെ ഒന്ന് ഗർജിച്ചുകൊണ്ട് ഒരു മതയാന കളിക്കുന്നത് പോലെ ആ ജലത്തിലേക്ക്, മഹാജലത്തിലേക്ക് പ്രവേശിച്ചു. ആകാശത്ത് നിന്ന് ഇങ്ങോട്ട് ആ ജലത്തിലേക്ക് ചാടി എന്നാണ് പറയുന്നത്. ഇനി 27ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ആകാശത്ത് നിന്ന് ആ വരാഹമൂർത്തി ആ ജലത്തിലേക്ക് ചാടുന്ന വരവുണ്ടല്ലോ, ആ വരവിൽ ആ വരാഹത്തിൻ്റെ രൂപത്തെ വർണ്ണിക്കുകയാണ് 27ാമത്തെ ശ്ലോകത്തിൽ. അപ്പം നമ്മളതിങ്ങനെ മനസ്സിലിങ്ങനെ കാണണം. ആകാശത്ത് നിന്നും ആ പ്രളയജലത്തിലേക്ക്, ആ മഹാജലത്തിലേക്ക് ചാടുന്ന വരാഹമൂർത്തിയെ, ആ വരവാണ് ഇനി വർണ്ണിക്കുന്നത്. ശ്ലോകം 27. ഉക്ഷിപ്തവാല ഗചരഃ കഠോരഃ സദാ വിദുന്വൻ ഘര രോമശ ത്വക് ഗുര ആഹത അബ്ര സീതദംഷ്ട്ര ഇക്ഷാജ്യോതി ബബാസേ ഭഗവാൻ മഹീന്ദ്രഃ. ഉക്ഷിപ്തവാലഃ ഗജരഃ കഠോരഃ സദാ വിദുന്വൻ ഘര രോമശ ത്വക് ഗുര ആഹത അബ്ര സീതദംഷ്ട്ര ഈക്ഷാ ജ്യോതി ബബാസേ ഭഗവാൻ മഹീന്ദ്രഃ. അതായത് ഉക്ഷിപ്തവാല എന്ന് വെച്ചാൽ ആ വരാഹമൂർത്തി ആകാശത്ത് നിന്ന് ആ മഹാജലത്തിലേക്ക് ചാടുകയാണ്. ആ ആകാശത്ത് നിന്ന് ആ പറന്നു വരുന്ന സമയത്ത് വാലുകൊണ്ട് ഇങ്ങനെ പ്രഹരിക്കുന്നുണ്ടെന്ന്. അത് കഠോര, അതിശക്തമായ രീതിയിൽ വാലിട്ടടിക്കുകയാണ്. ഗജരഹ എന്ന് വെച്ചാൽ ആകാശത്ത് നിന്ന് വരുമ്പോൾ അതിശക്തമായ രീതിയിൽ വാലിട്ടടിക്കുന്നുണ്ട്. സട വിദ്വന്വൻ, സട കുടയുന്നുണ്ട്. ആ രോമത്തിൻ്റെ പ്രത്യേകത എന്താ? ഖര രോമശ ത്വക്ക്, നല്ല കട്ടിയുള്ള രോമങ്ങൾ കുറഞ്ഞുകൊണ്ട് നിറഞ്ഞ ത്വക്കാണെന്ന് ശരീരം. തൊലിയിൽ നല്ല കട്ടിയുള്ള, ചെറിയ രോമല്ല, നല്ല കട്ടിയുള്ള രോമങ്ങൾ കൊണ്ട് നിറഞ്ഞ ത്വക്ക്, സട കുടയുന്നുണ്ട്, വാലിട്ടടിക്കുന്നുണ്ട് ആ വരുന്ന വരവിൽ നിന്ന്. ആ വരാഹമൂർത്തി വരുന്ന വരവിൽ ശക്തമായ രീതിയിൽ വാലിട്ടടിക്കുന്നുമുണ്ട്. ഇനി ഗുര ആഹത അബ്ര എന്ന് വെച്ചാൽ മേഘങ്ങൾ ആകാശത്തുനിന്ന് വരുമ്പോൾ, ആഹത എന്ന് വെച്ചാൽ പൊട്ടിച്ചിതറുക നിന്ന്. എന്താണ് പൊട്ടിച്ചിതറുന്നത്? മേഘങ്ങൾ പൊട്ടിച്ചിതറുകയാണ്. അതായത് ആ കൊമ്പുണ്ടല്ലോ, വരാഹത്തിൻ്റെ ആ കൊമ്പുണ്ടല്ലോ, ആ കൊമ്പ് കൊണ്ട് വരണ വരവിൽ ആ കൊമ്പ് കൊണ്ട് ഇങ്ങനെ ഇടിച്ചിട്ട് ആ മേഘങ്ങളെയൊക്കെ പൊട്ടിച്ചിതറിച്ചിട്ടാണെന്ന് വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അതിങ്ങനെ കാണണം നമ്മൾ മനസ്സിൽ. വരാഹമൂർത്തി ആ വരുമ്പോൾ വാലിട്ടടിക്കുന്നുണ്ട്, സട കുടയുന്നുണ്ട്, ശരീരമാകെ കട്ടിയുള്ള രോമങ്ങൾ കൊണ്ട് നിറഞ്ഞ ത്വക്ക്, അതോടൊപ്പം ആ കൊമ്പ് കൊണ്ട് മേഘങ്ങളെയൊക്കെ അടിച്ച് ചെതറിച്ചിട്ടാണ് വരുന്നത്. അതും കൊമ്പിൻ്റെ പ്രത്യേകത എന്താ? സീതദംഷ്ട്ര, വെളുത്ത ദംഷ്ട്രകളാണ് ഉള്ളത്. എന്നാൽ ഈക്ഷാജ്യോതി, ഈക്ഷ എന്ന് വെച്ചാൽ കണ്ണുകളിൽ നിന്ന് ഒരു ജ്യോതി, നല്ല വെട്ടിത്തിളങ്ങുന്ന പ്രകാശമാണ് കണ്ണുകളിൽ നിന്നും. അങ്ങനെയാണ് ഭഗവാൻ മഹി ഭൂമിയുടെ സംരക്ഷകനായിട്ടുള്ള ഭഗവാൻ വരാഹമൂർത്തി ബബാസേ ആകാശത്തുനിന്ന് വരുന്ന ആ വരവിൽ ഇങ്ങനെ പ്രകാശിച്ചു നിന്നു. മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ആ ആകാശത്ത് നിന്നും ആ മഹാജലത്തിലേക്ക് ഇങ്ങനെ ചാടാനായിട്ട് വരുന്ന ആ വരവിൽ വാലിട്ടടിച്ച് സട കുടഞ്ഞ് ആ മേലാകെ കട്ടിയുള്ള രോമങ്ങൾ ഇങ്ങനെ വിറപ്പിച്ച്, അതുപോലെ തേറ്റകൾ കൊണ്ട് മേഘങ്ങളെയൊക്കെ ഇടിച്ച് ചിതറിപ്പിച്ചിട്ട് വെളുത്ത ദംഷ്ട്രകളോടുകൂടി എന്നാൽ കണ്ണിൽ നിന്നും നല്ല തേജസ് ഇങ്ങനെ പ്രകാശിക്കുകയാണ്. അങ്ങനെ ഒരു രൂപത്തോടു കൂടി ഭൂമിയുടെ സംരക്ഷകനായ വരാഹമൂർത്തി ആകാശത്ത് ഇങ്ങനെ പ്രകാശിച്ചു നിൽക്കുന്നു.
നിൽക്കുന്നതാണ് എല്ലാവരും കണ്ടത്. ശ്ലോകം 28. ഗ്രാണേന പ്രത്യ പദവീ വിജിക്രൻ ക്രോഡ അപദേശ അദ്വര അംഗ കരാളദംഷ്ട്രഃ അപി അകരാളദൃഗ്ഭ്യാം ഉദീക്ഷ്യ വിപ്രാൻ ഗൃണതഃ അവിശത്കം. ഗ്രാണേന പ്രത്യാ പദവീ വിജിക്രൻ ക്രോഡ അപദേശ അദ്വര അംഗ കരാളദംഷ്ട്ര അപി അകരാളദൃഗ്ഭ്യാം ഉദീക്ഷ്യ വിപ്രാൻ ഗൃണതഃ അവിശത്കം. അതായത് ഗ്രാണേന എന്ന് വെച്ചാൽ സ്വന്തം മൂക്കുകൊണ്ട് പ്രത്യ ഭൂമിയുടെ പദവി, ഭൂമി എവിടെ ഇരിക്കണം എന്നുള്ള സ്ഥാനം വിജിഗ്രൻ എന്ന് വെച്ചാൽ അന്വേഷിച്ചു എന്ന്. അപ്പോൾ എങ്ങനെയാ മൂക്കുകൊണ്ട് ഇങ്ങനെ മണത്തിട്ട് ഭൂമി എവിടെയാ ഇരിക്കണേ എന്നുള്ള സ്ഥാനം അന്വേഷിക്കുകയാണെന്ന്. അപ്പോൾ നമുക്കറിയാം ഭൂമി പഞ്ചഭൂതങ്ങളിൽ ഏറ്റവും അവസാനത്തെ ഉണ്ടായതാണ്. ഭൂമിയുടെ പ്രത്യേകത, ഭൂമിക്ക് എല്ലാ ഗുണങ്ങളും ഉണ്ട്. ആദ്യത്തെ ശബ്ദം, സ്പർശം, രൂപം, രസം. ഏറ്റവും അവസാനം ഭൂമിക്ക് മാത്രമായിട്ട് കിട്ടിയ ഗുണമാണ് ഗന്ധം, മണം. ആ മണ്ണിനൊരു മണമുണ്ട്, ഒരു ഗന്ധം. അപ്പോൾ ഭൂമിയെ അന്വേഷിക്കാൻ ഭഗവാൻ എടുത്ത രൂപം, വരാഹമൂർത്തിയുടെ രൂപം എടുക്കാൻ കാരണം മണത്ത് അന്വേഷിക്കാൻ വേണ്ടിയാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഭൂമിയെ മണത്തറിയാൻ, മണത്ത് കണ്ടുപിടിക്കാൻ, ഭൂമിക്ക് ഗന്ധം എന്ന ഗുണമുണ്ട്. അപ്പോൾ ആ മണത്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ വരാഹത്തിൻ്റെ രൂപം തന്നെ സ്വീകരിച്ചത്. അങ്ങനെ തൻ്റെ മൂക്കിനാൽ മണത്ത് ഭൂമിയുടെ സ്ഥാനം കണ്ടുപിടിക്കാനായി സ്വയം അദ്വര എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ കഴിയാത്ത രൂപമുള്ള എന്ന് വെച്ചാൽ സാക്ഷാൽ പരമാത്മാവിനെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് ഭഗവാനെ അനുഭവിച്ചറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ സാക്ഷാൽ പരമാത്മാവായിട്ടുള്ള ഭഗവാൻ സ്വയം സ്വയം ഒരു ശരീരത്തെ എടുത്തു. അത് ക്രോഡാപദേശ എന്ന് വെച്ചാൽ ഒരു ചെറിയ പന്നിക്കുട്ടിയുടെ, ഒരു വരാഹമൂർത്തിയുടെ, സാക്ഷാൽ പരമാത്മാവ്, ശരീരമില്ലാത്ത പരമാത്മാവ് ഒരു വരാഹത്തിൻ്റെ രൂപം എന്ന ശരീരത്തെ സ്വീകരിച്ചത് ഭൂമിയുടെ സ്ഥാനത്തെ മണത്ത് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. അതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. മനസ്സിലായ? സ്വയം അദ്വര എന്ന് വെച്ചാൽ ശരീരമില്ലാത്ത സാക്ഷാൽ പരമാത്മാവ് സ്വയം ഒരു ശരീരത്തെ സ്വീകരിച്ചത്, അതും ഒരു വരാഹമൂർത്തിയുടെ ശരീരത്തെ സ്വീകരിച്ചതാണ്. ക്രോഡാപദേശ വരാഹമൂർത്തിയായിട്ടുള്ള ശരീരത്തെ സ്വീകരിച്ചത് ഭൂമിയുടെ സ്ഥാനം സ്വന്തം മൂക്കുകൊണ്ട് മണത്ത് കണ്ടുപിടിക്കാനാണ്. ആ വരവ് കരാളദംഷ്ട്ര, ഭയാനകമായ ദംഷ്ട്രകളാണ്. അഭി എങ്കിൽ കൂടിയും അകരാള, ഒരു ഭയം പോലും തോന്നിക്കാതെ കാരുണ്യം ചൊരിയുന്ന ദൃഗ്ഭ്യാം, നോട്ടം, കടാക്ഷ വീക്ഷണമായിരുന്നു ഭഗവാന്റേത്. ദംഷ്ട്രകളൊക്കെ ഭയം തോന്നിക്കുന്നതാണെങ്കിൽ പോലും ഭഗവാന്റെ കണ്ണുകൾ വളരെ കാരുണ്യം ചൊരിയുന്ന, അത്രയും ഒരു അല്പം പോലും ഭയം തോന്നിക്കാത്ത കാരുണ്യം ചൊരിയുന്ന കടാക്ഷ വീക്ഷണമായിരുന്നു. അങ്ങനെയുള്ള നോട്ടം കണ്ണുകളോട് കൂടിയ ഭഗവാൻ ഉദീക്ഷ്യ നോക്കിന്ന് ആരെ? വിപ്രാൻ, തന്നെ സ്തുതിച്ചുകൊണ്ട് നിൽക്കുന്ന ബ്രാഹ്മണന്മാരെ മുനിമാരെ ഒക്കെ ഒന്നും നോക്കിയിട്ട് ഗൃണതഃ, അവരെ ഒന്ന് അനുഗ്രഹിച്ചിട്ട് അവിശത്കം, ജലത്തിലേക്ക് പ്രവേശിച്ചു. അങ്ങനെയാണ് ജലത്തിലേക്ക് വീണത്. ആ വരുന്ന വരവ് വർണ്ണിച്ചു അല്ലേ. അത് കഴിഞ്ഞിട്ട് പറയാണ് ഭഗവാൻ, ഒരു രൂപമില്ലാത്ത ഭഗവാൻ ഒരു ശരീരം, അതും ഒരു വരാഹത്തിൻ്റെ ശരീരം സ്വീകരിച്ചു വന്നത് ഭൂമി എവിടെ എന്ന സ്ഥാനം മണത്ത് കണ്ടുപിടിക്കാനാണ്. അതിനായി നല്ല ഭയാനകമായ ദംഷ്ട്രകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഭഗവാന്റെ കണ്ണുകൾ ഒരല്പം പോലും, അതാണ് പറയുന്നത് അകരാളം എന്ന് വെച്ചാൽ ഭയം, അകരാളം എന്ന് വെച്ചാൽ ഒരല്പം പോലും ഭയം തോന്നാത്ത കാരുണ്യം ചൊരിയുന്ന കണ്ണുകളോടുകൂടി തന്നെ ഇങ്ങനെ ആകാശത്ത് തന്നെ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ട് നിൽക്കുന്ന എല്ലാ മഹർഷിമാരെയും ഒന്ന് നോക്കി അനുഗ്രഹിച്ചിട്ട് ആ ജലത്തിലേക്ക് ഭഗവാൻ പ്രവേശിച്ചു. വരാഹമൂർത്തി അങ്ങനെ ആ ജലത്തിലേക്ക്, ആ സമുദ്രത്തിലേക്ക് വന്ന് വീണു എന്നാണ് പറയുന്നത്. ഇനി ശ്ലോകം 29. അങ്ങനെ വീണപ്പോൾ ആ സമുദ്രത്തിന് എന്താ സംഭവിച്ചതെന്നാണ്. ഭഗവാൻ വന്ന് ഇങ്ങനെ വീണപ്പോൾ ഒരു വലിയ പർവ്വതങ്ങളുടെ രാജാവ് എന്ന് പറയുമ്പോൾ ഒരു വലിയ വൻ പർവ്വതം പോലെയുള്ള രൂപമാണ് വന്ന് വീഴുന്നത്. അങ്ങനെ വീണപ്പോൾ ആ മഹാസമുദ്രത്തിന് എന്ത് സംഭവിച്ചു എന്നാണ് 29 പറയുന്നത്. സവജ്രകൂട അംഗനിപാതവേഗ വിശീർണ കുക്ഷി സ്തനയൻ ഉദന്വൻ ഉത്സൃഷ്ട ദീർഘ ഊർമി ഭുജൈഹി ഇവ അർത്ഥ ചുക്രോശ യജ്ഞേശ്വര പാഹിമാ ഇതി. അപ്പോൾ സഹ, ആ വരാഹമൂർത്തി വജ്രകൂട അംഗ, ഒരു വജ്രകൂടം, ഒരു മഹാപർവ്വതം പോലെയുള്ള അംഗ ശരീരത്തോടു കൂടി ആ വരാഹമൂർത്തി നിപാതവേഗ വന്നു വീണൂന്ന്. ആ
ആ സമുദ്രത്തിൽ വന്ന് വീണപ്പോൾ സമുദ്രത്തിന് എന്താ സംഭവിച്ചത്? വിശീർണ കുക്ഷി, അതായത് കുക്ഷി എന്ന് വെച്ചാൽ സമുദ്രത്തിന്റെ മധ്യഭാഗം, നടുഭാഗം. വിശീർണം എന്ന് വെച്ചാൽ രണ്ടായി പിളർന്നു. വൻപർവ്വതം പോലെയുള്ള വരാഹമൂർത്തിയുടെ ആ ശരീരം ആ സമുദ്രത്തിൽ വന്ന് പതിച്ചപ്പോൾ, നിപാതവേഗ സമുദ്രത്തിൽ വന്ന് പതിച്ചപ്പോൾ, ഭഗവാൻ വന്നങ്ങ് ചാടിയപ്പോൾ ആ സമുദ്രത്തിന്റെ മധ്യഭാഗത്ത് വെച്ച് സമുദ്രം രണ്ടായി പിളർന്നു. ഉദന്വൻ, ആ സമുദ്രം മുഴുവൻ. സ്തനയൻ എന്ന് വെച്ചാൽ മാറ്റുലി കൊള്ളുന്ന ശബ്ദമായിരുന്നു. ആ സമുദ്രം രണ്ടായി പിളരുമ്പോൾ സമുദ്രം മുഴുവൻ മാറ്റുലി കൊള്ളുന്ന ശബ്ദമായിരുന്നു. അതായത് അത്രയും ആഴത്തിൽ അതിൻ്റെ ശബ്ദം, ഭഗവാൻ വന്ന് വീണ് ഈ സമുദ്രം രണ്ടായി പിളരുന്ന ശബ്ദം അത്രയും ഉറക്കെ ആ സമുദ്രം മുഴുവൻ അലയടിച്ചു എന്ന് ആ ശബ്ദം. മനസ്സിലായ? അങ്ങനെ സമുദ്രം രണ്ടായി, അത്രയും വലിയ രൂപല്ലേ വന്ന് വീണത്. അതോടുകൂടി സമുദ്രം രണ്ടായി പിളർന്നപ്പോൾ ഉത്സൃഷ്ട എന്ന് വെച്ചാൽ ഉയർത്തിയ, ദീർഘ എന്ന് വെച്ചാൽ നല്ല നീളത്തിൽ, ഊർമി, സമുദ്രത്തിന്റെ തിരമാലകൾ ഇതിങ്ങോട്ട് വന്ന് വീണപ്പോൾ തിരമാലകൾ നല്ല ഉയരത്തിൽ അങ്ങോട്ട് പൊന്തി നിന്ന്. ആ തിരമാലകളെ സമുദ്രത്തിന്റെ ഭുജൈഹി, കൈകളായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ തിരമാലകളെ സമുദ്രത്തിന്റെ കൈകളായിട്ട് കണക്കാക്കുക. ഭഗവാൻ ഇങ്ങ് ചാടിയപ്പോൾ സമുദ്രം രണ്ടായി, ഘോരമായ ശബ്ദത്തോടു കൂടി രണ്ടായി പിളർന്നപ്പോൾ തിരമാലകൾ അങ്ങോട്ട് ഉയരത്തിൽ പൊന്തി. ആ തിരമാലകൾ, അതാണ് പറയുന്നത് ഉത്സൃഷ്ട, ഉയരത്തിൽ നല്ല ദീർഘ, നല്ല നീളത്തിൽ മുകളിലോട്ട് ഊർമി പൊന്തിയ തിരമാലകൾ ഭുജൈഹി, സമുദ്രത്തിന്റെ കൈകളാണെന്ന്. ആ കൈകൾ കൂപ്പിയിട്ട് ഇവ അർത്ഥ, ദുഃഖിതനെ പോലെ, ഒരു വിഷമിക്കുന്ന ഒരു ദുഃഖിതനെ പോലെ, ചുക്രോശ, ഉറക്കെ കരഞ്ഞുകൊണ്ട് ആ കൈകൾ കൂപ്പിയിട്ട്, യജ്ഞേശ്വര, അല്ലയോ യജ്ഞേശ്വര ഭഗവാനി, പാഹിമായിതി, ഞങ്ങളെ കാത്തുരക്ഷിക്കണേ എന്ന് സമുദ്രം കൈകൂപ്പിയിട്ട് ഉയർത്തിപ്പിടിച്ച് കൈകൂപ്പി പ്രാർത്ഥിക്കുന്നത് പോലെയായിരുന്നു ആ തിരമാലകൾ പൊന്തിയത് എന്ന്. അത്രയും ശക്തമായിട്ടുള്ള ആ ഭഗവാന്റെ ആ രൂപം വന്ന് വീണപ്പോൾ രണ്ടായി പിളർന്ന സമുദ്രത്തിലെ തിരമാലകൾ മുകളിലേക്ക് അങ്ങോട്ട് ഉയർന്നു പൊന്തിയപ്പോൾ ആ സമുദ്രത്തിന്റെ കൈകളായിട്ടാണ് അത് കണക്കാക്കിയത്. ആ കൈകൾ കൂപ്പി, അല്ലയോ ഭഗവാനെ, ഒരു ദുഃഖിതനെ പോലെ ഉറക്കെ കരഞ്ഞുകൊണ്ട്, അല്ലയോ ഭഗവാനെ ഞങ്ങളെ രക്ഷിക്കണേ എന്ന് സമുദ്രം പ്രാർത്ഥിച്ചു എന്ന്. അതാണ് ആ തിരമാലകൾ ഇങ്ങനെ ഇത്രയും പൊന്തിയത് എന്നാണ് പറയുന്നത്. സമുദ്രം പോലും ഭഗവാനെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. ശ്ലോകം 30. ഗുരൈഹി ക്ഷുരപ്രൈധരയൻ തഥാ ആപ ഉത്പാരപാരം ത്രിപുരരസായം ദദർശകാം തത്ര സുഷുപ്സു അഗ്രേ യാം ജീവദാനി സ്വയം അഭ്യദത്ത. ഗുരൈ എന്ന് വെച്ചാൽ ആ തേറ്റ, ആ കൊമ്പുകൾ കൊണ്ട്. ക്ഷുരപ്രൈ എന്ന് വെച്ചാൽ അർത്ഥം വളരെ മൂർച്ചയുള്ള ആയുധം എന്നാണ്, ക്ഷുരപ്രൈ. അപ്പോൾ വളരെ മൂർച്ചയുള്ള ആയുധം പോലെയുള്ള തൻ്റെ കൊമ്പുകൾ, ആ തേറ്റകൾ കൊണ്ട്. ധരയൻ, തുളച്ചു കയറിയെന്ന്. ആബഹ, ആ ജലത്തിൽ, ആ സമുദ്രജലത്തിൽ ആ വരാഹമൂർത്തി തൻ്റെ മൂർച്ചയേറിയ ആയുധം പോലെയുള്ള കൊമ്പുകളാൽ ഇങ്ങനെ അതിൻ്റെ ആ സമുദ്രത്തിൻ്റെ അടിയിലേക്ക് തുളച്ചു കയറി പോയി. എന്നിട്ട് ഉത്പാരഭാരം എന്ന് വെച്ചാൽ നീളം അളക്കാൻ കഴിയാത്ത എന്ന്, അറ്റമില്ലാത്ത, അത്രയ്ക്ക് നീളമുള്ള, അത്രയ്ക്ക് ആഴമുള്ള ആ സമുദ്രത്തിൽ ത്രിപരു എന്ന് വെച്ചാൽ സാക്ഷാത് ഭഗവാൻ ശ്രീഹരി. രസായാം, ആ അറ്റമില്ലാത്ത സമുദ്രത്തിന്റെ അടിയിലെ രസാതലം എന്ന ലോകത്തിൽ ഭഗവാൻ എത്തിച്ചേർന്നു. അതാണ് രസായാം, രസാതലത്തിലേക്ക് എത്തിച്ചേർന്നു എന്നർത്ഥം. അപ്പോൾ വളരെ മൂർച്ചയേറിയ ആയുധം പോലെയുള്ള തൻ്റെ തേറ്റകളാൽ സമുദ്രത്തെ പിളർത്തിയിട്ട് അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിപ്പോയ ഭഗവാൻ അത്രയും അളക്കാനാകാത്ത നീളമുള്ള, അളവില്ലാത്തത്ര വലുപ്പമുള്ള ആ സമുദ്രത്തിൻ്റെ ആഴത്തിലുള്ള രസാതലം എന്ന ലോകത്തിൽ എത്തിച്ചേർന്നു. ദദർശ, കണ്ടു ഭഗവാൻ. തത്ര, അവിടെ. ധാം, ഭൂമിയെ. അവിടെ എത്തിയ വരാഹമൂർത്തി ആ രസാതലം എന്ന ലോകത്തിൽ ഭൂമിയെ കണ്ടു. അവിടെ ഭൂമിയെ കണ്ടപ്പോൾ വരാഹമൂർത്തിയുടെ മനസ്സിൽ തോന്നിയ കാര്യമാണ് പിന്നെ പറയുന്നത് കേട്ടാ. സുഷുപ്സു എന്ന് വെച്ചാൽ നല്ല നിദ്രയിൽ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുക. അഗ്രേ, ആദിയിൽ എന്ന് വെച്ചാൽ ഈ കൽപ്പം ഉണ്ടാകുന്നതിന് മുന്നത്തെ കൽപ്പം അവസാനിച്ചപ്പോൾ ആ നൈമിത്തിക പ്രളയം വന്ന് സർവ്വതും 14 ലോകങ്ങളടക്കം ഭഗവാന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് ആദിനാരായണ മൂർത്തിയുടെ ഉദരത്തിലാണ് ശയിച്ചിരുന്നത്. അത് നമുക്കറിയാലോ. അങ്ങനെ ശയിച്ചു കിടന്നിരുന്ന ആദിയിൽ, തുടക്കത്തിൽ അങ്ങനെ തൻ്റെ ഉള്ളിൽ ശയിച്ചു കിടന്നിരുന്ന ആ ഭൂമി, യാം ജീവദാനി, സകല ജീവചരാചരങ്ങളുടെയും ജീവദാനി, ആവാസ കേന്ദ്രമായ ആ ഭൂമി
സ്വയം അഭ്യദത്ത എന്ന് വെച്ചാൽ സ്വയം ആദിനാരായണ മൂർത്തി ഉദരത്തിൽ സംരക്ഷിച്ചു നിർത്തിയില്ലേ? അന്ന് ആദിനാരായണ മൂർത്തിയായി ഭഗവാൻ ഭൂമിയെ ഉദരത്തിൽ സംരക്ഷിച്ചു. ഇന്ന് വരാഹമൂർത്തിയായി ഇതാ രസാതലം എന്ന ലോകത്ത് നിന്ന് ഭൂമിയെ സംരക്ഷിക്കാനായി ഭഗവാൻ എത്തിയിരിക്കുന്നു. അന്ന് എൻ്റെ ഉദരത്തിൽ ഞാൻ സംരക്ഷിച്ച അതേ ഭൂമിയെയാണ് ഇന്ന് വരാഹമൂർത്തിയായി നിന്നപ്പോൾ ഭഗവാൻ രസാതലത്തിൽ കണ്ടത്. അതാണ് ചിന്തിച്ചത്. മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ആ തേറ്റകളാൽ സമുദ്രത്തെ പിളർത്തി അതിൻ്റെ ആഴത്തിലെത്തി രസാതലത്തിലെത്തിയപ്പോൾ വരാഹമൂർത്തി കണ്ടു അവിടെ ഭൂമിയെ. അപ്പോൾ ആദി വരാഹമൂർത്തിയായി അവതരിച്ചതും അന്നത്തെ വിരാട് സ്വരൂപനാകുന്ന ആദിനാരായണ മൂർത്തി സകലതിനെ ഉൾക്കൊണ്ട് യോഗനിദ്രയിൽ അമരുന്ന സാക്ഷാൽ ശ്രീ പത്മനാഭസ്വാമി ആദിനാരായണ മൂർത്തിയും ഒന്ന് തന്നെയാണല്ലോ. അപ്പോൾ ആ ഭഗവാൻ അന്ന് ആദിയിൽ എൻ്റെ ഉദരത്തിൽ പൂർണ്ണമായും ശയിച്ച് കിടന്നിരുന്ന ആ ഭൂമി, അത് എല്ലാ സർവചരാചരങ്ങളുടെയും ആവാസ കേന്ദ്രമായ ആ ഭൂമിയെ ഇന്നിതാ ഞാൻ വരാഹരൂപം എടുത്തു വന്നപ്പോൾ രസാതലത്തിൽ വെച്ച് കണ്ടത്. അന്നും ഭൂമിയെ സംരക്ഷിച്ച് ഭഗവാൻ ഉദരത്തിൽ ലയിപ്പിച്ച് സംരക്ഷിച്ചു. ഇന്നിതാ ഭൂമിയെ സംരക്ഷിക്കാനായിട്ട് വരാഹമൂർത്തിയായി വന്നിരിക്കുന്നു. ഇനി ശ്ലോകം 31, 32 ഒരുമിച്ച്, അതായത് ഭഗവാൻ ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഭാഗമാണ് പറയുന്നത്. അപ്പം അതിന് തടസ്സം നിന്ന ആളാരാ? ഹിരണ്യാക്ഷനെ വധിക്കുന്നതായിട്ട്. അത് 31, 32 ഒരുമിച്ച്. അപ്പം നമുക്കതിൻ്റെ അർത്ഥം പൂർത്തിയാവും. സ്വദംഷ്ട്രയ ഉദ്ധൃത്യ മഹീം നിമഗ്നാം സഹ ഉദ്ദിത സംരുരുജേ രസായാഹ തത്ര അഭി ദൈത്യം ഗദയാ ആപദന്തം സുനാഭ സന്ദീപിത തീവ്രമന്യു. 32 ജഗാനരുദ്ധാനം അസഹ്യ വിക്രമം സലീലയ ഇവം മൃഗരാട് ഇവ അംബസി തത് രക്തപങ്ക അങ്കിത ഗണ്ഡതുണ്ടഃ യഥാ ഗജേന്ദ്ര ജഗതീം വിബിന്ദൻ. അപ്പോൾ ശ്ലോകം 31 സ്വദംഷ്ട്രയ ഉദ്ധൃത്യ മഹീം നിമഗ്ന സ ഉദ്ദിതഃ സംരുരുജേ രസായ തത്ര അഭിദൈത്യം ഗതയാ ആപദന്തം സുനാഭ സന്ദീപിത തീവ്രമന്യു ജഗാനരുദ്ധാനാം അസഹ്യ വിക്രമം സലീലയാ ഇവ മൃഗരാട് ഇവ അംബസി തത് രക്തപങ്ക അങ്കിത ഗണ്ഡതുണ്ടഃ യഥാ ഗജേന്ദ്രോ ജഗതീം വിപിന്ദൻ. അതായത് സഹ ആ വരാഹമൂർത്തി സ്വദംഷ്ട്രയ സ്വന്തം ദംഷ്ട്രയാൽ മഹി ഭൂമിയെ ഉദ്ധൃത്യ ഉയർത്തിക്കൊണ്ടുവന്നു നിമഗ്ന ആ മഹാജലത്തിൽ മുങ്ങിപ്പോയ നിമഗ്നമായി പോയ ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവന്നു. രസായ രസാതലത്തിൽ നിന്ന് ഉദ്ദിത സംരുരുജേ, അതായത് ഉദ്ദിത എന്ന് വെച്ചാൽ ഉയർത്തിക്കൊണ്ടുവരുന്നു. സംരുരുജേ അങ്ങനെ, സംരുരുജേ എന്ന് വെച്ചാൽ അങ്ങനെ പ്രത്യക്ഷപ്പെട്ടു എന്ന്. അപ്പോൾ വരാഹമൂർത്തി ആ രസാതലത്തിൽ നിന്നും സ്വന്തം ദംഷ്ട്രകളാൽ അതിൽ താഴ്ന്നുപോയ ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവരുന്നവനായിട്ട് സംരുരുജേ അങ്ങനെ പ്രത്യക്ഷപ്പെട്ടു, അങ്ങനെ കണ്ടു, ഇങ്ങനെ മുകളിൽ ഉയർത്തിക്കൊണ്ടുവരുന്നവനായിട്ട് കണ്ടു. തത്ര അഭി അപ്പോൾ അവിടെ വെച്ച് ദൈത്യം എന്ന് വെച്ചാൽ ദിതി, ദൈത്യം എന്ന് വെച്ചാൽ ദിതിയുടെ പുത്രൻ, ദിതിയുടെ പുത്രന്മാരാണ് അസുരന്മാർ, അതുകൊണ്ടാണ് ദൈത്യന്മാർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ദൈത്യനായിട്ടുള്ള അസുരനായിട്ടുള്ള ഹിരണ്യാക്ഷൻ ഗദയും എന്തിയിട്ട് ആപദന്തം തൻ്റെ നേരെ പാഞ്ഞു വരുന്നത് കണ്ടിട്ട് സുനാഭ എന്ന് വെച്ചാൽ സുദർശന ചക്രം പോലെ, സംദീപിത എന്ന് വെച്ചാൽ ജ്വലിക്കുന്ന തീവ്രമന്യു അതികഠിനമായ ദേഷ്യം, സുദർശന ചക്രം പോലെ ജ്വലിക്കുന്ന എന്ന് വെച്ചാൽ അസഹനീയമായ രീതിയിൽ തേജസ്സുള്ള, അതാണ് സുദർശന ചക്രം പോലെ ജ്വലിക്കുന്ന അത്ര തീവ്രമായ കോപത്തോടുകൂടി ഭഗവാൻ തൻ്റെ നേരെ പാഞ്ഞു വരുന്ന ഗദയും എന്തി പാഞ്ഞു വരുന്ന ആ ദൈത്യനെ ഹിരണ്യാക്ഷനെ ജഗാന വധിച്ചു. രുദ്ധാനം എന്ന് വെച്ചാൽ തനിക്ക് തടസ്സം നിൽക്കുന്ന, അതാണ് രുദ്ധാനം, തൻ്റെ കർമ്മത്തിന് പ്രതിബന്ധം സൃഷ്ടിക്കാൻ തടസ്സമായി നിൽക്കുന്ന അവനെ, അസഹ്യ വിക്രമം സഹിക്കാൻ കഴിയാത്ത, സാധാരണക്കാരനായ ഒരാൾക്ക് സഹിക്കാൻ കഴിയാത്ത പരാക്രമത്തോടു കൂടി തൻ്റെ കർമ്മത്തിന് തടസ്സമായി നിൽക്കുന്ന ആ ദൈത്യൻ അസുരനായിട്ടുള്ള ഹിരണ്യാക്ഷൻ, അത് തടസ്സമായി തനിക്ക് നേരെ ഗദയും ഏന്തി പാഞ്ഞു വരുന്ന ആ ഹിരണ്യാക്ഷനെ സുദർശന ചക്രം പോലെ ജ്വലിക്കുന്ന കോപത്തോടു കൂടി ഭഗവാൻ വളരെ പെട്ടെന്ന് തന്നെ വധിച്ചു. ആ വധിച്ചത് എങ്ങനെയാണെന്നാ സഹ ആ വധിച്ചത് ഭഗവാൻ ലീല എന്ന് വെച്ചാൽ പറയുന്നത് നിഷ്പ്രയാസം. ഇപ്പം എന്ന് വെച്ചാൽ ഒരു ആന, വളരെ നിഷ്പ്രയാസം ഒരു ആനയെ
മൃഗരാജാവായിട്ടുള്ള സിംഹം ഇവ എന്ന പോലെ വധിച്ചു എന്ന്. അമ്പസി എന്ന് വെച്ചാൽ ആ ജലത്തിലിട്ടിട്ട്. അപ്പോൾ ആ ജലത്തിൽ വെച്ച് മൃഗരാജാവായിട്ടുള്ള സിംഹം ഒരു ആനയെ വധിക്കുന്നത് പോലെ വളരെ നിഷ്പ്രയാസം ഭഗവാൻ ഹിരണ്യാക്ഷനെ വധിച്ചു. തത് രക്തപങ്ക അങ്കിത, ആ ഹിരണ്യാക്ഷന്റെ രക്തത്താൽ കളങ്കപ്പെട്ട് മലിനപ്പെട്ട് നിൽക്കുന്ന കൊമ്പോടുകൂടി നിൽക്കുന്ന ആ ഭഗവാന്റെ വരാഹമൂർത്തിയുടെ കൊമ്പ് മുഴുവനും നിറയെ ആ ഹിരണ്യാക്ഷന്റെ രക്തത്താൽ മലിനമാക്കപ്പെട്ട ഗണ്ട എന്ന് വെച്ചാൽ കവിൾത്തടം, തുണ്ടാന്ന് വെച്ചാൽ വായ, നാവ്, കൊമ്പ്, ഇതൊക്കെ ആ ഭാഗങ്ങളൊക്കെ കവിളും വായ, നാവ്, കൊമ്പ് ഇതൊക്കെ രക്തം കൊണ്ട് മലിനപ്പെട്ട് നിൽക്കുന്നതാണ് കണ്ടത് ആ വരാഹമൂർത്തിയുടെ. അത് യഥാ എന്ന് വെച്ചാൽ അത് എന്തുപോലെയാണെന്ന് വർണ്ണിക്കുകയാണ്. ഗജേന്ദ്ര ഒരു മതയാന ജഗതി ഈ ഭൂമിയെ വിപിന്ദൻ ഇങ്ങനെ കൊമ്പുകൊണ്ട് ഇങ്ങനെ കുഴിക്കുകയാണെന്ന്. ഒരു മതയാന മതം കയറിയിട്ട് ദേഷ്യം വന്ന് ആ ഭൂമിയിൽ കൊമ്പുകൊണ്ട് ഇങ്ങനെ കുത്തി കുഴിക്കുമ്പോൾ അതിൻ്റെ കൊമ്പ് മുഴുവൻ മണ്ണ് പുരണ്ടിരിക്കുന്നത് പോലെ ഭഗവാന്റെ ആ തേറ്റമയിലും മുഖത്തും കവിൾത്തടത്തിലും നാവിലൊക്കെ ഹിരണ്യാക്ഷന്റെ രക്തത്താൽ മലിനമാക്കപ്പെട്ട് നിൽക്കുന്ന ഭഗവാന്റെ രൂപമാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഭഗവാൻ വരാഹമൂർത്തി രസാതലം എന്ന ലോകത്ത് നിന്നും തൻ്റെ ദംഷ്ട്രയിലെ ആ ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവരുന്നവനായി പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ഭഗവാൻ ഉയർത്തിക്കൊണ്ടുവരുന്ന സമയത്ത് ഭഗവാന്റെ കർമ്മത്തിന് പ്രതിബന്ധം സൃഷ്ടിച്ചുകൊണ്ട് മഹാപരാക്രമശാലിയായിട്ടുള്ള ദൈത്യനായിട്ടുള്ള അസുരനായ ഹിരണ്യാക്ഷൻ ഗദയുമേന്തി ഭഗവാന്റെ നേരെ പാഞ്ഞു വരുന്നത് കണ്ടപ്പോൾ ഒരു സുദർശന ചക്രം പോലെ ജ്വലിക്കുന്ന കോപത്തോടുകൂടി നിൽക്കുന്ന ഭഗവാൻ ഒരു കാട്ടിലെ രാജാവായ സിംഹം ഒരു ആനയെ വധിക്കുന്നത് പോലെ നിഷ്പ്രയാസം ഹിരണ്യാക്ഷനെ വധിച്ചു. ആ ഒരു ആന മതം കയറി നിൽക്കുന്ന ഒരു ആന മണ്ണിൽ കുത്തിക്കുമ്പോൾ ആ മണ്ണ് മുഴുവൻ അവൻ്റെ കൊമ്പിൽ പറ്റിപ്പിടിച്ചതുപോലെ ആ വരാഹമൂർത്തിയുടെ കൊമ്പിലും അതുപോലെ മുഖത്തും കവളിലുമൊക്കെ ഹിരണ്യാക്ഷന്റെ രക്തത്താൽ മലിനമാക്കപ്പെട്ട് പങ്കിതമായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെയുള്ള രൂപത്തോടു കൂടിയായിരുന്നു വരാഹമൂർത്തി അവിടെ നിന്നിരുന്നത്. അപ്പം നമ്മളിവിടെ എന്താണെന്ന് വെച്ചാൽ വളരെ വേഗം തന്നെ പെട്ടെന്ന് തന്നെ മൈത്രേയ മഹർഷി ഇങ്ങനെ പറഞ്ഞു തീർക്കുകയാണ്. അങ്ങോട്ട് ആഴ്ന്നു പോയതും ഹിരണ്യാക്ഷൻ വരുന്നതും ഹിരണ്യാക്ഷം എതിർക്കാൻ വന്നപ്പോൾ ഭഗവാൻ വധിച്ചു. അങ്ങനെ പെട്ടെന്ന് അതങ്ങോട്ട് പറഞ്ഞു തീർക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത അധ്യായത്തിലാണ് ഇതിൻ്റെ ബാക്കി പറയുന്നത്. അതായത് അപ്പോൾ മൈത്രേയമാർ അപ്പം വിതുരർ ചോദിക്കുകയാണ് മഹർഷിയോട്, ഇത് ഇങ്ങനെ കേട്ടാൽ പോരാ, അപ്പോൾ ആരാണ് ഈ ഹിരണ്യാക്ഷൻ? അവൻ എവിടെ നിന്ന് വന്നു? അവൻ എന്തിനാണ് ഭഗവാനോട് എതിർത്തത് എന്നൊക്കെ ഉള്ള ചോദ്യം ഇനി അടുത്ത അധ്യായത്തിലാണ് ചോദിക്കുന്നത്. അപ്പോഴാണ് ദിതിയുടെ പുത്രനായിട്ട് ഹിരണ്യാക്ഷൻ ജനിക്കുന്നതും കാര്യങ്ങൾ വിശദമായി പറയും. ഇപ്പോൾ വളരെ വേഗത്തിൽ മൈത്രേയ മഹർഷി ആ കാര്യം സംഭവിച്ചത് ഇങ്ങനെ പറഞ്ഞു അവസാനിപ്പിച്ചു. അങ്ങനെ ഹിരണ്യാക്ഷനെ വധിച്ചു. ശ്ലോകം 33. തമാലനീലം സീതദന്തകോട്യ ക്ഷ്മാം ഉക്ഷിപന്തം ഗജലീലയാ അംഗ പ്രജ്ഞായ ബന്ധ അഞ്ജലയ അനുവാകേ വിരിഞ്ചമുഖ്യ ഉപതസ്തു ഈശം. തമാലനീലം, അതായത് അങ്ങനെ നിൽക്കുന്ന ഭഗവാനെ കുറിച്ചാണ് പറയുന്നത് കേട്ടാ. തമാലനീലം, തമാലം എന്ന് പറയുന്ന ഒരു വൃക്ഷത്തിൻ്റെ നിറത്തോടുകൂടിയ കടുത്ത നീല നിറത്തോടുകൂടിയ എന്നാൽ സീതദന്ത വെളുത്ത കൊമ്പുകളോടുകൂടി നിൽക്കുന്ന സീതദന്ത കൂടിയ വെളുത്ത കൊമ്പിൻ്റെ അഗ്രത്താൽ ക്ഷ്മാം ഉക്ഷിപന്തം, ക്ഷ്മാം എന്ന് വെച്ചാൽ ഭൂമിയെ, ഉക്ഷിപന്തം എന്ന് വെച്ചാൽ ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് നിൽക്കുന്ന ഭഗവാനെ കണ്ടാൽ ഗജലീലയാ, ഒരു ആനയുടെ ലീല, അത്രയും നിഷ്പ്രയാസം, ഒരു മതയാനയുടെ ലീല പോലെ നിഷ്പ്രയാസമാണ് ഭഗവാൻ തൻ്റെ ഒരു തമാല നീല എന്ന് പറയുന്നത്. അതാണ് ഒരു ആനയുടെ ശരീരത്തിൻ്റെ കളർ എന്ന് പറയില്ലേ. അപ്പോൾ ഒരു കടും നീല നിറത്തോടു കൂടിയിട്ട് എന്നാൽ വെളുത്ത കൊമ്പുകളിൽ കൂടി ആ ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവന്ന് ഇങ്ങനെ നിൽക്കുന്ന വരാഹമൂർത്തിയെ കണ്ടാൽ ഒരു ആനയുടെ ലീല പോലെ കളിക്കുന്ന ഒരു ആനയെ പോലെ നിൽക്കുന്നു എന്ന് അങ്ക അല്ലയോ വിതുരരെ കാണുന്നവന് തോന്നുന്നു ആ രൂപം കണ്ടാൽ. പ്രജ്ഞായ, അപ്പോൾ
പ്രജ്ഞായ എന്ന് വെച്ചാൽ അർത്ഥം മനസ്സിലായി എന്ന്. ആ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുന്ന അവിടെ നിന്നിരുന്ന എല്ലാ മഹർഷിമാർക്കും ശരിക്കും മനസ്സിലായി. അതാണ് പ്രജ്ഞായ. ഇത് ഭഗവാൻ ശ്രീഹരി തന്നെ എന്ന് മനസ്സിലാക്കിയിട്ട് ബന്ധ അഞ്ജലയ 2 കൈകളും കൂപ്പിപ്പിടിച്ച് അനുവാകി വേദമന്ത്രങ്ങളാൽ വിരിഞ്ച മുഖ്യ വിരിഞ്ചൻ ബ്രഹ്മാവ് മുതലായ അവിടെ കണ്ടുകൊണ്ട് നിന്ന എല്ലാ മഹർഷിമാരും ഉപതസ്തു ഈശം, സാക്ഷാൽ ഈശം ആ ഭഗവാനെ ശ്രീഹരിയെ സ്തുതിച്ചു എന്ന്. അപ്പോൾ തമാല വൃക്ഷത്തിൻ്റെ നിറത്തോടു നീല നിറവും വെളുത്ത കൊമ്പിൽ ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവന്ന് ഭഗവാൻ നിൽക്കുന്ന ആ നിൽപ്പ് കണ്ടപ്പോൾ ഇത് ഞങ്ങളുടെ ഭഗവാൻ ശ്രീഹരി തന്നെയാണെന്ന് പൂർണ്ണമായും മനസ്സിലാക്കിയ ബ്രഹ്മാവ് മുതലായ മറ്റെല്ലാ മഹർഷിമാരും കൈകൾ 2 കൂപ്പിപ്പിടിച്ച് ഭഗവാനെ തൊഴുത് വേദസ്തുതികളാൽ വേദമന്ത്രങ്ങളാൽ ഭഗവാനെ സ്തുതിച്ചു. ഇനി ശ്ലോകം 34 മുതലുള്ള കുറച്ചു ശ്ലോകങ്ങളിൽ ഈ മഹർഷിമാർ ആ വരാഹമൂർത്തിയെ സ്തുതിച്ചത് എങ്ങനെയെന്നാണ് ഇനി തുടർന്നുള്ള കുറച്ച് ശ്ലോകങ്ങളിൽ പറയുന്നത്. ശ്ലോകം 34 ഋഷയ ഊജു. കണ്ടോ, ആ ഋഷിമാർ ഊജു എന്ന് വെച്ചാൽ പറഞ്ഞു. അവരിപ്രകാരം ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു. ജിതം ജിതം തേ അജിത യജ്ഞഭാവന ത്രയീം തനും സ്വാം പരുദുന്വദേ നമഃ യത് രോമഗർത്തേഷു നിലീല്യു അധ്വര തസ്മൈ നമഃ കാരണസുഖരായതേ. അതായത് ആ ഋഷിമാർ ഭഗവാനെ സ്തുതിച്ചത് ഇങ്ങനെയാണ്. യജ്ഞഭാവന, അലയോ യജ്ഞസ്വരൂപനായ അജിത, ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത തേ ഭഗവാനെ അങ്ങേ ജിതം അങ്ങ് എപ്പോഴും ജയിക്കട്ടെ. യജ്ഞസ്വരൂപനായ ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത ഭഗവാനെ അങ്ങ് എന്നും ജയിക്കട്ടെ. എന്നിട്ട് പറയാണ് ത്രയീം തനും സ്വാം, അങ്ങയുടെ തനും ശരീരം, ത്രയീ 3 വേദങ്ങളാണ്. ആ വരാഹമൂർത്തിയായി നിൽക്കുന്ന അങ്ങയുടെ ശരീരം എന്ന് പറയുന്നത് 3 വേദങ്ങളാണ്. അങ്ങയുടെ ശരീരം എന്ന് പറയുന്നത് ആ വേദമാകുന്ന ശരീരത്തെ പരിതുന്വതേ വിറപ്പിച്ച്, അതായത് വരാഹമൂർത്തി ഇങ്ങനെ വിറച്ചിട്ടാണ് നിൽക്കുന്നത്. ആ വേദമാകുന്ന സടകുടഞ്ഞിട്ട് ആ വരവ് നമ്മൾ കണ്ടതല്ലേ, ആ വിറപ്പിക്കുകയാണ്. വേദമാകുന്ന ആ ശരീരത്തെ പരിതുന്വതേ എന്ന് വെച്ചാൽ വിറപ്പിച്ചു കൊണ്ട് നിൽക്കുന്ന അല്ലയോ ഭഗവാനെ നമഃ, അങ്ങയെ ഞങ്ങളിതാ നമസ്കരിക്കുന്നു. യത് രോമഗർത്തേഷു, അങ്ങയുടെ ശരീരം എന്ന് പറയുന്നതും അങ്ങയുടെ ശരീരം 3 വേദങ്ങളാണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ വേദത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതൊക്കെ ആ ശരീരത്തിലുണ്ട് അല്ലേ. വേദമന്ത്രങ്ങൾ, യാഗങ്ങൾ, പൂജകൾ, എല്ലാ കാര്യങ്ങളും വേദത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണോ അതൊക്കെ ഭഗവാന്റെ ശരീരത്തിലാണ് അതിൻ്റെയൊക്കെ സ്ഥാനം. അങ്ങയുടെ ശരീരം എന്ന് പറയുന്നത് 3 വേദങ്ങളാണ്. അപ്പോൾ യത് രോമഗർത്തേഷു, എവിടെയാണോ അങ്ങയുടെ രോമഗർത്തം എന്ന് വെച്ചാൽ ആ നിൽക്കുന്ന ആ സുഷിരങ്ങളിൽ നിലീല്യു ഒളിഞ്ഞിരിക്കുകയാണെന്ന് അധ്വര, യാഗങ്ങളും ഹോമങ്ങളും ഒക്കെ. ഇപ്പോൾ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന യാഗയജ്ഞാദി കർമ്മങ്ങൾ അങ്ങയുടെ രോമസുഷിരങ്ങളിൽ നിലീല്യു എന്ന് വെച്ചാൽ മറഞ്ഞിരിക്കുന്നു. ഇനി കാരണസുഖരായ, അതായത് ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന കാരണത്തിനായി സുഖരായ ഒരു വരാഹമൂർത്തിയുടെ രൂപത്തെ സ്വീകരിച്ച തേ ഭഗവാനെ അങ്ങയെ തസ്മൈ അങ്ങനെയുള്ള ഭഗവാനെ അങ്ങയെ നമഃ ഞങ്ങളിതാ നമസ്കരിക്കുന്നു. അപ്പോൾ ആ മുനിമാരുടെ സ്തുതിഗീതങ്ങളാണ് ഇനി നമ്മൾ കുറച്ച് ശ്ലോകങ്ങളിൽ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ പറയാണ്, അല്ലയോ യജ്ഞസ്വരൂപനായ ആരാലും തോൽപ്പിക്കാൻ കഴിയാത്ത ഭഗവാനെ അങ്ങ് എന്നും വിജയിക്കട്ടെ. ഈ 3 വേദങ്ങൾ എന്ന് പറയുന്നത് അങ്ങയുടെ ശരീരം തന്നെയാണ്. ആ ശരീരത്തെ ഇങ്ങനെ വിറപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ഭഗവാനെ അങ്ങയെ ഞങ്ങളിതാ നമസ്കരിക്കുന്നു. അങ്ങയുടെ രോമഗർത്തങ്ങൾ, ആ സുഷിരങ്ങളിലാണ് യാഗയജ്ഞാദി കർമ്മങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത്. ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവരാനെന്ന കാരണത്തിനായി വരാഹരൂപത്തെ സ്വീകരിച്ചു വന്ന അല്ലയോ ഭഗവാനെ അങ്ങയെ ഞങ്ങളിതാ നമസ്കരിക്കുന്നു. ആ വരാഹമൂർത്തിയിലൂടെ ആ മഹർഷിമാരെല്ലാവരും യഥാർത്ഥത്തിൽ നമസ്കരിക്കുന്നത് ആ സാക്ഷാൽ പരമാത്മാവിനെ, പുരുഷനും പ്രകൃതിയും സംയോജിച്ച് നിൽക്കുന്ന ആ പരമാത്മാവിനെ, ആ പ്രകൃതി ശക്തിയെയാണ് ആ മഹർഷിമാരെല്ലാം. അതാണ് ഇവിടെ പറയുന്നത്. ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് വരാഹരൂപത്തെ സ്വീകരിച്ചു വന്ന അങ്ങനെയുള്ള ഭഗവാനെ, ആ സാക്ഷാൽ പ്രകൃതി ശക്തിയോട് ചേർന്ന് നിൽക്കുന്ന പരമേശ്വര പരമാത്മാവെ അവിടുത്തെ ഞങ്ങളിതാ നമസ്കരിക്കുന്നു എന്ന്. ആളാരാണ്? ആ രൂപത്തേക്കാൾ
അതിനേക്കാൾ ഉപരി ആ രൂപം സ്വീകരിച്ചത് ആരാണ് എന്ന് അറിഞ്ഞുകൊണ്ടാണ് അവർ സ്തുതിക്കുന്നത്. ശ്ലോകം 35. രൂപം തവ ഏതത് നനു ദുഷ്കൃതാത്മനാം ദുർദർശനം ദേവ യത് അദ്വരാത്മകം ഛന്ദാംസി യസ്യ ത്വജി ബർഹിരോമ സുആജ്യം. സ്വാജ്യം എന്ന് വെച്ചാൽ സുആജ്യം. ദൃശി തു അംഗ്രിഷു ചാതുർഹോത്രം. രൂപം തവ ഏതത് നനു ദുഷ്കൃതാത്മനാം ദുർദർശനം ദേവ യത് അദ്വരാത്മകം ഛന്ദാംസി യസ്യ ത്വജി ബർഹിരോമ സുആജ്യം. സ്വാജ്യം ദൃശി തു അംഗ്രിഷു ചാതുർഹോത്രം. അതായത് ഭഗവാന്റെ ശരീരം വേദങ്ങളാണെന്ന് പറഞ്ഞില്ലേ. അപ്പം അതിനെ തുടർന്ന് ആ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും വേദത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതൊക്കെയാണെന്ന് പറയാണ്. രൂപം അങ്ങയുടെ തവ ഭഗവാനെ അങ്ങയുടെ ഏതത് അങ്ങയുടെ ഈ വരാഹ രൂപം നനു തീർച്ചയായും ദുഷ്കൃത ആത്മനം പാപകർമ്മങ്ങൾ ചെയ്യുന്ന ആത്മാക്കൾക്ക്, അതായത് ദുഷ്കർമ്മം ചെയ്യുന്നവർക്ക് ദുർദർശനം ഒരിക്കലും കാണാൻ സാധിക്കില്ല ദേവ, അല്ലയോ ദേവ. യത് അദ്വരാത്മകം, യത് കാരണം അത് അദ്വരാത്മകം എന്ന് വെച്ചാൽ അങ്ങ് ഈ വരാഹ രൂപത്തെ സ്വീകരിച്ചു വന്നിരിക്കുന്നത് ആരാണെന്ന് മനസ്സിലാക്കാൻ, പാപകർമ്മങ്ങൾ ചെയ്യുന്ന ദുരാത്മാക്കൾ, ദുഷ്കർമ്മം ചെയ്യുന്ന പാപികൾക്ക് അതൊരിക്കലും ദർശനം അത് മനസ്സിലാക്കാൻ സാധിക്കില്ല. അങ്ങയുടെ ഈ ദർശനം കിട്ടില്ല. അതിന് കാരണം എന്താ വെച്ചാൽ ഇത് അദ്വരം, ഈ ശരീരം അദ്വരമാണ് എന്ന് വെച്ചാൽ യാഗയജ്ഞാദി കർമ്മങ്ങളാണ് ഈ ശരീരം. അങ്ങയുടെ ശരീരം തന്നെ യാഗയജ്ഞാദി കർമ്മങ്ങളാകുന്ന വേദമാണ്. അപ്പോൾ വേദങ്ങളെ അറിയണമെങ്കിൽ, വേദം എന്ന് വെച്ചാൽ വാക്കിൻ്റെ അർത്ഥം ശരിയായ ജ്ഞാനം എന്നാണ്. അതറിയണമെങ്കിൽ അത്രയ്ക്ക് പുണ്യം ചെയ്ത ആത്മാക്കൾക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ദുഷ്കർമ്മം ചെയ്ത പാപികൾക്ക് അതൊരിക്കലും അങ്ങയുടെ ഈ വരാഹ ശരീരമാകുന്ന ഈ രൂപത്തെ ഇത് ദർശിക്കാൻ സാധിക്കില്ല. കാരണം അങ്ങയുടെ ഈ ശരീരം തന്നെ വേദമാണ്. വേദത്തെ അറിയണമെങ്കിൽ പുണ്യം ചെയ്തവർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഇനി ഛന്ദാംസി വേദമന്ത്രങ്ങൾ ഗായത്രി മന്ത്രം എന്നിവ യസ്യ അങ്ങയുടെ ത്വജി തൊലി ഉണ്ടല്ലോ, അങ്ങയുടെ ശരീരത്തിലെ തൊലി എന്ന് പറയുന്നത് വേദത്തിലെ മന്ത്രങ്ങളും ഗായത്രി മന്ത്രങ്ങളുമാണ്. ഇനി രോമഹ അങ്ങയുടെ ഓരോ രോമങ്ങളും ബർഹി എന്ന് പറഞ്ഞാൽ കുശപ്പുല്ല്, ദർഭപ്പുല്ല്, പൂജയ്ക്കായി ഉപയോഗിക്കുന്ന കുശപ്പുല്ല്, അങ്ങയുടെ ഓരോ രോമങ്ങളുമാണ് ആ പൂജ ചെയ്യാനെടുക്കുന്ന കുശപ്പുല്ല്, ദർഭപ്പുല്ല്. ഇനി സുആജ്യം നെയ്യ് എന്ന് പറയുന്നത് ദൃശി അങ്ങയുടെ കണ്ണുകൾ, അതാണ് നെയ്യായിട്ട് വരുന്നത്. ഇനി തു അംഗ്രിഷു അങ്ങയുടെ 4 പാദങ്ങളാണ് ചാതുർഹോത്രം, കർമ്മത്തിനായിട്ടിരിക്കുന്ന 4 പേര്. ചാതുർഹോത്രം എന്ന് വെച്ചാൽ ഒരു യാഗത്തിനായിട്ടിരിക്കുന്ന 4 പേരായിട്ടിരിക്കുന്നത് അങ്ങയുടെ 4 കാലുകളും, അതിലേക്ക് ഒഴിക്കുന്ന നെയ്യ് അങ്ങയുടെ കണ്ണുകളും, അതിനായി ഉപയോഗിക്കുന്ന ദർഭപ്പുല്ല് അങ്ങയുടെ രോമങ്ങളും, അത് അങ്ങയുടെ തൊലി, പുറം തൊലി എന്ന് പറയുന്നത് വേദമന്ത്രങ്ങളും ഗായത്രി മന്ത്രം തുടങ്ങിയ മന്ത്രങ്ങളുമാണ്. അങ്ങയുടെ ശരീരം തന്നെ വേദമാണ്. അങ്ങയുടെ ശരീരത്തിലാണ് യാഗയജ്ഞാദി കർമ്മങ്ങൾ മറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആ വരാഹ രൂപത്തെ കാണാൻ സാധിക്കുന്നത് പുണ്യം ചെയ്തവർക്ക് മാത്രമേ അതറിയാൻ കാണാൻ സാധിക്കുകയുള്ളൂ. പാപം ചെയ്ത ദുഷ്കർമ്മം ചെയ്ത് കർമ്മപ്രാരാബ്ധങ്ങളേറിയവർക്ക് ഈ രൂപം കാണാനുള്ള ഒരിക്കലും സാധിക്കില്ല. അതാണ് ദുർദർശനം. അത്രയും കാണാൻ സാധിക്കാത്ത മഹത്തായ ശരീരത്തോടു കൂടിയ അല്ലയോ ഭഗവാനെ, അങ്ങേക്ക് ഞങ്ങളുടെ നമസ്കാരം. മനസ്സിലായി? ഇന്ന് ഇത്രയും മതി.